നേരത്തെ മിസ് പറഞ്ഞൊരു സംഭവം അല്ലായിരുന്നോ, നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിരുന്നു ഒരു ബസ്സിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതും അങ്ങനെയുള്ള റിയൽ സംഭവങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്. എന്താണ് സോഷ്യോളജിസ്റ്റ് ഓരോ അതിൽ നിന്നൊക്കെ ഓരോരോ പാഠങ്ങളും അത് നമ്മളെ ഒരു വ്യക്തിയെ മാറ്റിമറിക്കുന്ന ഒരു എന്താ പറയുക എക്സാമ്പിൾസും ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ മിൽസ് ഗേവ് history of shapes and human beings, and then they say the human agency limited the whereas born and happens to observe whether immediate social conduct. അതായത് കഴിഞ്ഞുപോയ ഹിസ്റ്ററി ആയിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ച പല കാര്യങ്ങളും സോഷ്യോളജി റിലേറ്റഡ് ആണ്. ദ അമേരിക്കൻസ് റിമെയിൻസ്, ദെൻ അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നതാണ് അമേരിക്കനിലുള്ള ആളുകളുമായിട്ടുള്ള അമേരിക്കൻസിൻ്റെ കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ എന്തായത് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ട്. ദെൻ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് ആണ് ഇനി പറയുന്നത്. അതായത് ഗ്രൂപ്പ്സ് സോഷ്യലൈസേഷൻ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് രണ്ട് തരത്തിൽ തന്നെ ഇതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്ട്രേഞ്ചർ എന്നുള്ള ഒരു കാര്യം പറയുന്നത്. സോഷ്യോളജി ആൻഡ് അതർ ഡിസൈപ്പിൾസ് മീൻസ് ദ മീൽസ് ടൈപ്സ് ആൻഡ് പ്രാക്ടിക്കലി ആൻഡ് ദ ബ്യൂറോക്രാറ്റിക് എത്തോസ്, അതായത് ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള വ്യൂ പോയിന്റുകളും അദ്ദേഹം ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്സ് പറയുന്നത് മീൽസ് യൂസസ് ഓഫ് ഹിസ്റ്ററി. നേരത്തെ പറഞ്ഞു ഹിസ്റ്ററി കഴിഞ്ഞു പോയ കാര്യങ്ങളും അദ്ദേഹം ഇതിൽ പറയുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ വളരെ വളരെ റിലേറ്റഡ് ആണ്, നമ്മുടെ സോഷ്യോളജി വളരെ റിലേറ്റഡ് ആണ്. ഇൻ വാട്ട് സോഷ്യോളജി ലുക്ക് അറ്റ്സ് റിയാലിറ്റി. അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ വെറൈറ്റി, അദ്ദേഹത്തിൻ്റെ നമ്മുടെ മനുഷ്യരിൽ ചില സംഭവിക്കുന്ന കാര്യങ്ങൾ, അതായത് ഹ്യൂമൻ വെറൈറ്റി. ദ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ് ടെൽസ് us that there is a variety of social system and social structures, and first the task of comparing them to keep an unbiased attitude. A sociological perspective puts sociology at the same subscale of values and grades. ഓക്കെ, ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ്, കഴിഞ്ഞുപോയ ഹിസ്റ്ററിയെ സംബന്ധിച്ചുള്ള നമ്മളെ വാല്യബിൾ തെളിവുകൾ, അതായത് നമ്മുടെ വെറൈറ്റി ഓഫ് സോഷ്യൽ സിസ്റ്റംസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ദെൻ വി ഫസ്റ്റ് ദ ടാസ്ക് ആൻഡ് കമ്പയറിങ് ദം ടു കീപ് ദ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ കഴിഞ്ഞു പോയ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ആയി നടന്നുകൊണ്ട് സംഭവങ്ങളും സിമിലാരിറ്റി അത് തമ്മിലുള്ള സാമ്യപ്പെടുത്തിയിട്ട് വേണം ഓരോ സോഷ്യോളജിസ്റ്റും മുന്നോട്ട് പോകാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ബൗമാൻ, വാല്യൂസ് ആൻഡ് ആക്ഷൻ. ബൗമാൻ എന്ന് പറയും സ്പെല്ലിംഗ് BAUMAN, ബൗമാൻ. ഇറ്റ്സ് another philosopher. Values, അദ്ദേഹം പറയുന്നത് വാല്യൂസ് ഒറിജിനേറ്റ് ഫ്രം ദ കൾച്ചർ ആൻഡ് റിസീവ് വിസ്ഡം ഓഫ് ജനറേഷൻ. അത് നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരത്തിൽ നിന്നുമാണ് എന്തുണ്ടായത്, നമ്മുടെ വിസ്ഡം ആൻഡ് ബുദ്ധിപരമായിട്ടുള്ള നമ്മുടെ പണ്ടത്തെ പഴയ കൾച്ചർ സംസ്കാരം ഉണ്ടാവുമല്ലോ, നമ്മുടെ ഭാരതീയ സംസ്കാരം. നമ്മുടെ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഭാരതീയ സംസ്കാരം വളരെ മറ്റുള്ള സംസ്കാരങ്ങളിൽ നിന്നും വളരെ വളരെ ഒരു പ്രത്യേകതയും വളരെ ബഹുമാനിക്കപ്പെടേണ്ടതുമായെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ദേ മേ ചേഞ്ച് സം എക്സ്റ്റെന്റ് ബൈ wider social interaction, but some core values always remain, and the shift of values may affect way of persons secure their certain goals. ഓരോ പേഴ്സണും ജീവിക്കുന്നത് ഓരോ ലക്ഷ്യം നേടുവാനായിരിക്കും എങ്കിൽ the example for a grown up putting their high values of certain, അതായത് അവരുടെ ലക്ഷ്യം നിറവേറാൻ അവർക്ക് ഓരോ ഗോൾസ് നിറവേറാൻ അവർക്കൊരു വാല്യൂസ് ഉണ്ട്. അവനവൻ എന്തെങ്കിലും ഒരു ലക്ഷ്യബോധം വേണമെങ്കിൽ ഇന്ന ഓരോരോ വാല്യൂസ് ഓരോ പേഴ്സണൽ വേണം. ആ വാല്യൂസ് ആണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നാണ് പറയുന്നത്. ലൈഫ് മേ ബി ടുവേർഡ്സ് ഹയർ വാല്യൂസ് ടുവേർഡ്സ് അക്വിസിഷൻ ഓഫ് വെൽത്ത്, അല്ലെ സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് പോകാനും ഒരു പേഴ്സണിന് അതിൻ്റെതായ വാല്യൂസ് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. എ പേഴ്സൺ ഇസ് മോർ ലൈക്ലി ടു അഫക്റ്റഡ് ആൻഡ് അണ്ടർഗോ ദ ചേഞ്ചസ് ഓഫ് വാല്യൂ ഫോർ someone having more authority and either person or institution. For example, a teacher in school. അദ്ദേഹം പറയുന്നൊരു എക്സാമ്പിളാണ്. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യണം അല്ലെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കുക. ബൗമാൻ എന്ന് പറയുന്ന ആ ഫിലോസഫർ പറയുന്നത് ആസ് എ ടീച്ചർ, ഫോർ എക്സാമ്പിൾ എ ടീച്ചർ ഇൻ സ്കൂൾ ഓർ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എ ടീച്ചർ ഇൻ സ്കൂൾ ഓർ എ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ടീച്ചർ സ്കൂളിലാണോ വേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയപരമായ സ്ഥാപനങ്ങളിൽ ഒരു ടീച്ചർ ഉണ്ടാവണമെങ്കിൽ ദ മോർ സോഴ്സ് ഓഫ് ഹാസ് എ ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഇസ് ലൈക്ലി ടു ഹാവ്, ലൈക്ക് മീൻസ് അതായത് ഒരു ടീച്ചർ വേണ്ടത് ഏതെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള സ്ഥാപനത്തിലാണോ അല്ലെങ്കിൽ സ്കൂളിലാണോ ടീച്ചർ വേണ്ടത്. ഒരു ടീച്ചർ അങ്ങനെ ഒരു എക്സാമ്പിൾ തന്നാൽ ടീച്ചർ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് വർക്ക് ചെയ്താലും മുന്നോട്ട് പോകുന്ന രീതിയിൽ ആയിരിക്കണം എന്നാണ്
പറയുന്നത് അല്ലേ, അങ്ങനെയല്ലേ. ദെൻ ട്രഡീഷണൽ വാല്യൂസ് ഹോൾഡ് വിച്ച് ഇസ് ടൈം ട്രേസ്. അത് പറയാം, ട്രഡീഷണൽ വാല്യൂസ് ഹാവ് എ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് സച്ച് വാല്യൂസ് ഹോൾഡ് മോർ അതോറിറ്റി ദാൻ റീസെന്റ് വൺ ഹു ഹാവ് പ്രൂവ്ഡ് ദംസെൽഫ് ആൻഡ് ട്രൂ ചേഞ്ചസ് ഓഫ് ഹോൾഡ് ground firm, and that is take of defense record for a new values to make place amidst traditional values. We are important traditional value, we are important in എവിടെയാണ്, ട്രഡീഷണൽ വാല്യൂസിലാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് വേണം പോവാനെന്നും അദ്ദേഹം പറയുന്നു. ഓക്കെ, അറ്റ് ലാസ്റ്റ് വി ഡിസ്കസ് ഇൻ ദിസ് ഒബ്സർവ് ആൻഡ് ഇൻ്റർപ്രറ്റ് വാല്യുബിൾ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്. അതന്നെയാണ് നേരത്തെ പറഞ്ഞത്, സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്. സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ് ഇതിലേക്ക് ബാവുമെൻ്റ് സോഷ്യോളജിക്കൽ ഐമീൻസ് ആൻഡ് ഫിലോസഫീസ് ഓഫ് സയൻസ്. ഏതൊക്കെ ഇതിലൊന്ന് ഒബ്സർവ് ഇൻ ഇൻ്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്നുള്ള ഭാഗത്തിൽ പ്രധാനമായി 2 പേരുടെ പേഴ്സ്പെക്റ്റീവാണ് പറയുന്നത്. വൺ ഈസ് ബൗമാൻ, അനദർ ഈസ് മിൽസ്. നമ്മളിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് 2 സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ 2 ഫിലോസഫറെ മുൻനിർത്തിയാണ്. ഒന്ന് CW മിൽസ് ആൻഡ് ബൗമാൻ. ഇതിൽ പറയും ബൗമാൻ ദ സോഷ്യോളജിക്കൽ വേ, അദ്ദേഹം പറയുന്ന സോഷ്യോളജി എന്തായിരിക്കണം എന്നാണ്. ദ സോഷ്യോളജിക്കൽ ഐ മീൻസ് കണ്ണാണ്, സോഷ്യോളജിക്കൽ വീക്ഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ സോഷ്യോളജിക്കൽ ഐ ഇസ് ദ പ്രൊപ്പോസിഷൻ പുട്ട് ഫോർവേഡ് ബൈ ബൗമാൻ അബൌട്ട് ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് അനലൈസിങ് വാട്ട് ഈസ് ഗോയിങ് അറൌണ്ട് വിത്തൗട്ട് ക്രിട്ടിക്കൽ ആൻഡ് ഇവാലുവേറ്റ് ദ സൊസൈറ്റി. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വിമർശനാത്മകമായി ചിന്തിക്കണം, ക്രിട്ടിക്കലി ചിന്തിക്കണം, ശരിയാണോ തെറ്റാണോ. ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾ വഴിയെ നടന്നു പോകും, അയാളുടെ പേഴ്സ് മോഷ്ടിച്ച് കടന്നു കഴിയുന്ന ഒരു കള്ളൻ, അത് കാണുന്ന ഒരു കാഴ്ച, ആ വ്യൂ കാണുന്ന ഒരു വ്യക്തി അത് എങ്ങനെ ഒബ്സർവ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് തെറ്റാണോ ശരിയാണോ, അത് ഓൾറെഡി നമുക്കറിയാം അത് തെറ്റാണ്. അപ്പം അത് ബാക്കി പിന്നെ പറയുന്നത് ശരിയാണോ ഒബ്സർവ് ചെയ്യണമെന്ന് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. നമ്മൾ അങ്ങനെ മോഷ്ടിച്ചു കൊണ്ട് ഓടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പണം നഷ്ടപ്പെടാതെ തിരിച്ച് ആ ഒരു പാവപ്പെട്ട ആരുടേതാണോ നഷ്ടപ്പെട്ട പണം അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് അതിന് ക്ലൈമാക്സ്. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ഒബ്സർവ് ചെയ്യണം, അത് ശരിയാണോ തെറ്റാണോ. അതായത് ജസ്റ്റ് ഒരു ബസ്സിൽ കയറുന്ന ഒരു യാത്രക്കാരൻ, ഒരു പ്രായമുള്ളൊരു യാത്രക്കാരൻ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു കുട്ടി ഇരിക്കുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അത് എണീറ്റ് കൊടുക്കുന്നത് ആ കുട്ടിയുടെ എന്താണ്, അതൊരു കുട്ടി സംസ്കാരം, ആ കുട്ടിയുടെ സംസ്കാരം, ആ കുട്ടി പഠിച്ചത് അങ്ങനെയാണ്. അത് എണീറ്റ് കൊടുക്കുന്നു, പ്രായമുള്ള ആൾ വന്നിരിക്കുന്നു. അത് ശരിയോ തെറ്റോ, അതാണ് ശരി. ചിലത് തെറ്റായിരിക്കും, ചിലത് ആ ബാഗ് പണം മോഷ്ടിച്ചു കൊണ്ട് പോകുന്നത് തെറ്റാണ്. പക്ഷേ ഈ കുട്ടി ജസ്റ്റ് സീറ്റിൽ നിന്ന് എണീറ്റ് ആ സീറ്റ് ആ വലിയൊരു പ്രായം കൂടിയ ആൾക്ക് കൊടുക്കുന്നത് ശരിയാണ്. അപ്പോൾ സൊസൈറ്റിയിൽ അതൊക്കെ നമ്മൾ ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന റിയാലിറ്റി സംഭവങ്ങൾ. അതാണ് ഇതിവിടെ പറയുന്നത്. ബാമൻ്റെ സോഷ്യോളജിക്കൽ ഐ മീൻസ് കണ്ണാണ്. സോഷ്യോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ വീക്ഷിക്കപ്പെടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. We can surprise the sociology teachers at the art of life. അത് കലാപരമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. And it enable use to national as well as personal some conduct the study of sociologically expected the scientific as the activities are produced basically useful at all and also help to complete understanding of object our under the study. കംപ്ലീറ്റ് ആയിരിക്കണം. നമ്മൾ എന്തൊക്കെ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ സൊസൈറ്റിയിൽ നടക്കുന്നത് അത് നമ്മൾ കംപ്ലീറ്റ്ലി ഒബ്സർവ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.